സേവനസ്പർശം 2025 പടാകുളം 40-ാം വാർഡിൽ നടന്ന പരിപാടിയിൽ കൗൺസിലർ ശ്രീ ടി.എസ്. സജീവന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ കെ.എം. ബെനീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. എന്താണ് സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചിരുന്നു. അതിനൊരു കാരണമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ എന്നെ ഇങ്ങനെ പ്രസംഗിക്കാനോ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനോ ഉദ്ഘാടനം ചെയ്യാൻ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അല്ലാതെ ഈ ആശംസാ പ്രസംഗം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഞാൻ തട്ടിതപ്പാതെ എന്തെങ്കിലും ഒരു വരികൾ പാടിയിട്ടോ പാട്ട് പാടിയിട്ടോ ആണ്. അപ്പോ ഇങ്ങനെ ഉദ്ഘാടനം എന്ന് പറഞ്ഞപ്പോഴാണ് ആദ്യം എനിക്ക് അങ്ങനെ മനസ്സിൽ ചിന്ത വന്നില്ലെങ്കിലും പിന്നീടാണ് ഞാൻ ആലോചിച്ചു ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും സംസാരിക്കേണ്ട വരില്ലേ. അതുകൊണ്ടാണ് സജീവഭായനോട് ഇങ്ങനെ ചോദിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും രണ്ടുപേരും എന്തെങ്കിലും പറഞ്ഞാൽ മതി, എന്തെങ്കിലും പാടിയാൽ മതി എന്ന് പറയുമെന്ന് വിചാരിച്ചു. അപ്പൊ ആണ് സജീവഭായ പറഞ്ഞത് കുട്ടികൾക്ക് ഉപദേശം കൊടുക്കണമെന്ന്. ഉപദേശം കൊടുക്കാൻ ഞാൻ ആളാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും അതുകൊണ്ടാണ് ഞാൻ കുറച്ചു നേരം ഇരുന്നിട്ട് എന്താണ് പറയേണ്ടത്, ഈ അവസരത്തിൽ എന്താണ് പറയേണ്ടതെന്ന് ചിന്തിച്ചത്. ഇന്നത്തെ ഈ പരിപാടി വേരുകൾക്ക് വെള്ളം നൽകുന്ന ഒരു നല്ല മഴ പോലെയാണ് എനിക്ക് തോന്നിയത്. വിദ്യാഭ്യാസത്തിൽ മുന്നേറ്റം കുറിച്ച ഈ കുഞ്ഞുങ്ങൾക്ക് ഇവരെ ആദരിക്കുന്നതിലൂടെ അവരുടെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പരിശ്രമം അംഗീകരിക്കപ്പെടുകയാണ്. ഈ പുസ്തകം, പഠന സാമഗ്രികൾ, ഭക്ഷ്യ കിറ്റ് എന്നിവ വിതരണം ചെയ്യുന്നതിലൂടെ ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്ത ബോധമാണ് പ്രതിഫലിക്കുന്നത്. മനോഹരമായ വിജയങ്ങൾ കൈവരിച്ച കുട്ടികൾക്ക് ഈ അവസരത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും ഭാവിയിലെ വൻ വിജയങ്ങൾക്കായുള്ള പ്രാർത്ഥനയും ഈ അവസരത്തിൽ. ആ വിജയങ്ങൾ സമൂഹത്തിന് ഗുണകരമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇന്നലെ ലോക ടൊബാക്കോ വിരുദ്ധ ദിനമായിരുന്നു. യുവജനത്തെ ആകർഷിക്കുന്ന ഈ മാരക ശീലങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കാനും ആരോഗ്യകരമായ ഒരു ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കാനും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വാർഡിൽ വിജയിച്ച SSLC +2 വിദ്യാർത്ഥികളെ ലയൺസ് ക്ലബ് പ്രസിഡന്റ് M.N. പ്രവീണും പഠനോപകരണങ്ങളുടെ വിതരണം BJP മണ്ഡലം പ്രസിഡന്റ് E.R. ജിതേഷും, ഭക്ഷ്യക്കിറ്റ് വിതരണം കൗൺസിലർ രശ്മി ബാബുവും, പച്ചക്കറി തൈകൾ വിതരണം KC ബാലകൃഷ്ണനും, വിദ്യാഭ്യാസ സഹായ കൗൺസിലർമാരായ പരമേശ്വരൻകുട്ടി, ഗീതാ റാണിയും നിർവഹിച്ചു. കൂടാതെ അംഗനവാടി ജീവനക്കാരെയും വാർഡിലെ കലാകാരന്മാരെയും ചടങ്ങിൽ ആദരിച്ചു. എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ദീപ രാജേന്ദ്രൻ, TK ഹരിദാസൻ, OP സുരേഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സേവനസ്പർശം എന്ന പരിപാടിയുടെ പേരിൽ നിരവധി പരിപാടികളാണ് വാർഡ് വികസന സമിതിയുടെയും പൊതുജനങ്ങളുടെ സഹകരണത്തോടുകൂടിയും നടത്തിവരുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം, നമ്മൾ നടത്തിയ പ്രധാനപ്പെട്ട പരിപാടികൾ മാത്രം സൂചിപ്പിക്കാം. പടാകുളം ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ ജനകീയ പങ്കാളിത്തത്തോടെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. കൂടാതെ പെരുന്നാളിനോട് ബന്ധപ്പെട്ട് വാർഡിലെ നോമ്പുതുറ എല്ലാ ജനങ്ങളെയും ഒന്നിപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി നോമ്പുതുറ നമുക്ക് വിപുലമായി നടത്തുവാൻ കഴിഞ്ഞു. കൂടാതെ തന്നെ നമുക്കറിയാം, വിഷുവിനോട് ബന്ധപ്പെട്ട് വിഷുക്കൈനീട്ടവും വിഷുക്കണി വയ്ക്കുന്നതിന് വേണ്ടി
കണിവെള്ളരി നമ്മൾ വാർഡിലെ എല്ലാ കുടുംബാംഗം വാർഡിലെ മാത്രമല്ല പങ്കെടുത്ത ഏകദേശം 400ഓളം കുടുംബാംഗങ്ങൾക്ക് നമുക്കത് വിഷ്കൈനീട്ടവും അതുപോലെ തന്നെ ഈ കണിവെള്ളരി നമുക്ക് നൽകാൻ കഴിഞ്ഞു. അത് കൂടാതെ തന്നെ നമുക്കറിയാം ചികിത്സാ രംഗത്ത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഈ വിവാഹം കഴിക്കാൻ സഹായം അഭ്യർത്ഥിക്കുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ കിടപ്പ് രോഗികൾക്ക് എന്ന് വേണ്ട ബ്ലഡ് ആവശ്യമുള്ള ആൾക്കാർക്ക് പലപ്പോഴും ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുന്ന സമയത്ത് നമ്മളുമായി ബന്ധപ്പെടുന്ന സമയത്ത് രക്തം ദാനം ചെയ്യാനുള്ള സംവിധാനങ്ങൾ അങ്ങനെ നിരവധി സേവന പ്രവർത്തനങ്ങളാണ് ജീവകാരുണ്യ മേഖലയിലും സേവന പ്രവർത്തനങ്ങളിലും വാർഡ് വികസന സമിതിയുടെയും ജനങ്ങളുടെ പൊതുപങ്കാളിത്തത്തോടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്.